ടീനേജുകളായ കുട്ടികളോട് സംവദിക്കാൻ എന്നും ഇഷ്ടമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ക്യൂരിയോസിറ്റി, അവരുടെ ആകാംക്ഷ, അല്ലാന്നുണ്ടെങ്കിൽ ലോകത്ത് അറിയാനുള്ള അവരുടെ ഔത്സുക്യം, ഇതെല്ലാം വളരെ മുതിർന്നവർക്ക് എപ്പോഴും ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. പക്ഷേ അടുത്ത കാലത്തായിട്ട് ആ ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളും അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സംവേദനം അല്ലാന്നുണ്ടെങ്കിൽ മുതിർന്നവരുമായിട്ടുള്ള ആ ഒരു ഇടപഴകൽ കുറഞ്ഞു വരികയാണ്. കാരണം എന്താ വെച്ചാൽ നേരത്തെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ടീനേജേഴ്സിന് അവരുടെ ഈ പറയുന്ന ആങ്സൈറ്റി അല്ലെങ്കിൽ അവരുടെ അന്വേഷണങ്ങൾക്ക് ഒരു പരിധിവരെ ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് ഉത്തരങ്ങൾ നൽകിയിരുന്നത് മുതിർന്നവരായിരുന്നു. ഇന്ന് എന്ന് വെച്ചാൽ ടെക്നോളജിയുടെ അതിപ്രസരം അല്ലാന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവർക്ക് തന്നെ കണ്ടെത്താവുന്ന ഒരു യുഗത്തിലാണ് റേലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. നമ്മളതിനെ ജെൻസി എന്നോ ആൽഫ എന്നോ പല രീതിയിൽ അതിനെ പറയുമ്പോഴും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ നമ്മൾ തന്നെ ഓർഗനൈസ് ചെയ്ത ചടങ്ങാണ്. കാരണം ഇവിടെ മഞ്ചേരിയുടെ ഒരു ആഗോള കൂട്ടായ്മയുണ്ട്, ഇമ എന്ന് പറഞ്ഞിട്ട്, ഇമ മഞ്ചേരി ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ട് 23 വർഷമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ട്രസ്റ്റ് ഉണ്ട്, ഞാൻ വൈസ് ചെയർമാനാണ്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ കുട്ടികൾക്ക് +2 കഴിഞ്ഞ കുട്ടികൾക്ക് അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങിച്ച കുട്ടികൾക്ക് അവർക്ക് അവാർഡ് കൊടുക്കാറുണ്ട്. കഴിഞ്ഞ 6-7 വർഷമായിട്ട് അതിൻ്റെ ഭാഗമാക്കാൻ നാട്ടിലുള്ള സമയത്ത് എനിക്കും പറ്റിയിട്ടുണ്ട്. നാട്ടിലത്തെ കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു മുന്നിരിക്കുന്ന കുട്ടികളോട് നമുക്കവിടെ സംസാരിക്കുന്ന സമയത്തിൻ്റെ പരിമിതികളുണ്ട്. എന്നാൽ പോലും കുട്ടികളോട് ഞാൻ കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, കുട്ടികളെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു രസമാണ്. അപ്പോൾ കുട്ടികളോട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ ആ ഒരു നേട്ടത്തിൻ്റെ ഒരു വിജയിച്ചതിൻ്റെ സന്തോഷത്തിലിരിക്കുന്ന കുട്ടികളോട് പറഞ്ഞത്, ഈ എക്സാംസ് ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല, എക്സാംസ് തുടങ്ങുകയാണ്. ജീവിതത്തിൻ്റെ പല പല എക്സാംസും നിങ്ങളെ ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മളൊരു കുട്ടികളെ അല്ലെങ്കിൽ ഒരു 15 വയസ്സുള്ള ഒരു കുട്ടിയെ നമ്മൾ ഇകഴ്ത്തേണ്ടതോ അല്ലാന്നുണ്ടെങ്കിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ അവിടെ വൈഭവ് സൂര്യവംശിയെ പറ്റി പറഞ്ഞു. നേരത്തെ ഇപ്പോൾ ഒരു 10-15-20 വർഷം മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വിശ്വനാഥൻ ആനന്ദ് എന്ന് പറഞ്ഞൊരു നമ്മുടെ ഇന്ത്യയെ തന്നെ ഗ്രാൻഡ് മാസ്റ്ററായിട്ട് എനിക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹം 15-ാം വയസ്സിലാണ് ഇന്ത്യയുടെ മാസ്റ്ററായിട്ട് മാറുന്നത്. പിന്നെയാണ് 2 വർഷത്തിനുള്ളിൽ 18-ാം വയസ്സിലാണ് ഗ്രാൻഡ് മാസ്റ്ററായിട്ട് മാറുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നത് ചില കുട്ടികൾക്ക് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ESP എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ഉള്ള കുട്ടികളുണ്ടാവാം, 1000-1 അല്ലെങ്കിൽ വളരെ റെയറായിട്ട് കുട്ടികളുണ്ടാവാം. അത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭൗതിക തലത്തിലാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ചില കുട്ടികൾ വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വളരും. അവർ അക്കാഡമിക്കലായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിലോ അത് പ്രശസ്തരാവും ഒക്കെയുണ്ട്. പക്ഷെ വൈഭവ് സൂര്യവംശി പറയുന്നത്, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് വൈഭവ് സൂര്യവംശി നമ്മളോട് പറയുന്നത് മറ്റൊന്നാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ IPL മത്സരത്തിൽ ഞാൻ അവരോട് പറഞ്ഞത്, IPL മത്സരത്തിൽ 15 വയസ്സുള്ളൊരു പയ്യൻ ശരിക്കും എന്താ പറയുക, ബോൺസും അല്ലെങ്കിൽ ശരിക്കും ഫിറ്റ് ആവാത്ത പ്രായമാണ്. ആ ഒരു പയ്യൻ ചലഞ്ച് ചെയ്തത് ക്രിസ് ഗെയിലിൻ്റെ റെക്കോർഡാണ് ആ പയ്യൻ തിരുത്തി കുറിച്ചത്. എന്ന് പറഞ്ഞാൽ 6കളുടെ എണ്ണത്തിൽ ഒരു 6 അടിക്കണമെന്നുണ്ടെങ്കിൽ ബൗണ്ടറിയുടെ അപ്പുറത്തേക്ക് പന്ത് പായിക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഫിസിക്കൽ എക്സേർട്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതും പല ദിശകളിൽ. അതേസമയം കൂടെ കളിക്കുന്ന കളിക്കുന്ന ആൾക്കാർ അല്ലാതെ ആ ടൂർണമെൻറ്റിൽ മറ്റു കളിക്കാരൊക്കെ 30-ഉം 35-ഉം അല്ലാന്നുണ്ടെങ്കിൽ 25-ഉം ശരിക്കുള്ള ആ യൂത്തിൻ്റെ പ്രായത്തിലാണ്. അത്രയും ബോഡി ഫിറ്റായ ആൾക്കാരാണ്. അവർക്ക് കഴിയാത്തത് ഈ ഒരു പയ്യനെ എങ്ങനെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് എല്ലാവരും അത്ഭുതപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഭൗതിക തലത്തിൽ മാത്രമല്ല, ഫിസിക്കലായിട്ടാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ടെക്നിക്സ് ആയിട്ടാണെന്നുണ്ടെങ്കിലും അങ്ങനെയുണ്ടല്ലോ. ഇപ്പോൾ ജെൻസി എന്ന് പറയുന്ന കുട്ടികൾക്ക് അവർക്ക് കിട്ടുന്ന, അവർ ആർജിക്കുന്ന കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ ഒബ്സർവേഷൻസ്
എന്ത് കാര്യം ഫിസിക്കലാണെന്നുണ്ടെങ്കിലും അതൊരു ഫിസിക്കൽ എഫേർട്ട് മാത്രമല്ല, ചില ടെക്നിക്സും ചില ആംഗിൾസും ചില സയൻസും അല്ലെങ്കിൽ ചില അത്തരം നിരീക്ഷിച്ച് കണ്ടെത്തിയ ചില കാര്യങ്ങൾ സംയോജിപ്പിച്ച് അത് ബുദ്ധിപൂർവ്വം സമന്വയിപ്പിച്ച് അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടാണ് അവരെ നേടിയെടുക്കുന്നത്. ഇന്നത്തെ കാലത്ത് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ എടുക്കുന്ന ഡിഗ്രിയോ അല്ലെങ്കിൽ നിങ്ങൾ അക്വയർ ചെയ്യുന്ന വിവരങ്ങൾ മാത്രമല്ല, ആ നോളജിനെ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കിട്ടിയതും അല്ലാതെയുമായ അതിൻ്റെ പുറമെ നിരീക്ഷിച്ച് കിട്ടിയ നോളജുകളെ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്തിട്ട് നിങ്ങളുടെ വർക്ക് പ്ലേസിലോ അല്ലാതെ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തോ പ്ലാറ്റ്ഫോമിലോ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഇനിയുള്ള കാലം നടക്കുന്നത്. അതല്ലാതെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ, അത് നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഒരു ബിടെക് കഴിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഒരു MBBS കഴിഞ്ഞുകൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒരു ന്യൂക്ലിയർ സയൻസ് കഴിഞ്ഞുകൊണ്ടോ ഒരാൾ ലൈഫിൽ പെർഫോം ചെയ്യണമെന്നില്ല. ആദ്യം എന്തായിരുന്നു, ആദ്യം ഒരാളുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നത് പണ്ടൊക്കെ. പിന്നെ കുറേ കഴിയുമ്പോൾ എന്ത് വന്നു, അതിൻ്റെ കൂടെ തന്നെ അവരുടെ IQ ടെസ്റ്റ് ചെയ്യും. IQ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ IQവിൽ മുന്തി നിൽക്കുന്ന ആളുകൾ പിന്നെ അത് ചെയ്യും. പിന്നെ അതിന് ശേഷം വരുന്ന സംഭവം എന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും പിന്നെയാണ് സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നത്. അപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ ഓഡിറ്റിംഗ് അത് ചെയ്യും. അവർ ആരൊക്കെയായിട്ടാണ് അവരുടെ കമ്പനി അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു ക്ലട്ട് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, അവരുടെ ആ ഒരു എക്കോസിസ്റ്റം ഏത് ടൈപ്പ് ആളുകളായിട്ട് അവർ മിങ്കിൾ ചെയ്യുന്നത്, സംസാരിക്കുന്നത്, ആ ഒരു കൾട്ടിനെ എങ്ങനെ നമുക്ക് വേണ്ട ആളെ ആണോ എന്ന രീതിയിൽ അതിനെ നമ്മൾ ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഇത് ചെയ്യും. അതിനുശേഷം പിന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് വരുന്നത് എന്താണ്, ഇന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EQ ആണ്, ഇമോഷണൽ കോഷ്യൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ നോളജ് ആണെന്നുണ്ടെങ്കിലും എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിലും അതൊന്നുമല്ല വിഷയം. അവർക്ക് ഒരു ക്രൈസിസിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും. അത് ജോലി സ്ഥലത്ത് ഒരു ക്രൈസിസ് വരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രഷർ സിറ്റുവേഷൻ വരുന്നു, ആ പ്രഷർ സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നാണ് അവർ നോക്കുന്നത്. അതാണ് ഇന്നത്തെ കമ്പനികൾക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് വളരെ സീനിയറായ ആൾക്കാർക്ക് പോലും ഒരു ജോബ് അഷുറൻസ് ഇല്ലാത്തത്. അതേസമയം വളരെ ചെറുപ്രായത്തിൽ തന്നെ കമ്പനി CEO അല്ലെങ്കിൽ GM ഒക്കെ ആയിട്ട് വളരെ ചെറുപ്പക്കാരായിട്ട് ആൾക്കാർ വരുന്നത്. കാരണം അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നോളജ് മാനേജ്മെൻ്റ് ആണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലൈക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ മാത്രം ഇൻക്ലൈൻ ചെയ്തിട്ട് അത് മാത്രം പഠിച്ച് അത് മാത്രം ഇംപ്ലൈ ചെയ്യല്ല. അതിലേക്ക് എന്തൊക്കെയാണോ അതൊരു സമൂഹത്തിലേക്ക് ആ പ്രൊജക്റ്റ് വരുമ്പോൾ അതിനെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്തിട്ടും ഒക്കെ വരുന്ന ഘടകങ്ങളെയും കൂടെ മുൻകൂട്ടി കണ്ട് അതിലേക്കുള്ള പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്ത് അതിനെ ഒരു ഫുൾ സക്സസ് ആക്കിയിട്ട് ഒരു വിത്ത് ഓൾ ദ പാരാമീറ്റേഴ്സ് അത് കൺവേർജ് ചെയ്തിട്ട് ഒരു സക്സസ് ഫോമിലായിട്ട് ഒരു പ്രൊജക്റ്റിനെ അവതരിപ്പിക്കുമ്പോഴാണ് ആ പ്രൊജക്റ്റ്. അങ്ങനെ പറയുമ്പോൾ തന്നെ ഞാൻ എൻ്റെ എല്ലാ സംസാരങ്ങളും അവസാനം ഉരുത്തിരിഞ്ഞ് വരുന്നത് അല്ലെങ്കിൽ എത്തിച്ചേരുന്നത് ബ്രാൻഡിങ്ങിലാണ്. തീർച്ചയായിട്ടും ഈ ബ്രാൻഡിങ്ങിൻ്റെ ഒരു ഡിവിഷനാണ് ഡിസൈൻ തിങ്കിങ് എന്നുള്ളത്. ആ ഡിസൈൻ തിങ്കിങ്ങിലേക്ക് തന്നെയാണ് ഇത് വന്നുപെടുന്നത്. കാരണം എന്താ വെച്ചാൽ ഡിസൈൻ തിങ്കിങ്ങിൻ്റെ ഒരു പ്രഥമ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ തിങ്കിങ്ങിനെ ഡിസൈൻ ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഉള്ളതിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ആ പ്രയോറിറ്റൈസ് സംഭവങ്ങളെ നമ്മൾ ചിട്ടയായി വെച്ച് കഴിഞ്ഞിട്ട് അതിലൂടെ നമ്മൾ ഒരു ടാർഗറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡെസ്റ്റിനേഷൻ അവിടേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. സോ സംടൈംസ് ഇറ്റ് മേ ടേക്ക് ടൈം. ചില സമയത്ത് നമ്മളതിന് പറ്റുന്നൊരു പരിസരം ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. ചില സമയത്ത് അതിനനുസരിച്ച് ആളുകളെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വരും. ചില സമയത്ത് ആളുകളെ നമ്മൾ ഒരു എന്താ പറയുക, ആളുകളുടെ മൈൻഡ് സെറ്റ്, ചില ആളുകൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സൊസൈറ്റി ആവാം, ഒരു പാരഡൈം ഷിഫ്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഒരു ബ്രാൻഡാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ തന്നെ ബിഹേവിയർ പാറ്റേണിനെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അവരെ ഇൻഫോം ചെയ്ത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് അവരെ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസും അല്ലെങ്കിൽ നല്ലതും അല്ലാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഒരു സംഗതിയിലേക്ക് മൂവ് ചെയ്യിപ്പിച്ച് പിന്നെ അതിനൊരു ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കിയെടുത്ത് ആ ടെസ്റ്റ് ചെയ്തതിൽ കൂടെ മാത്രം കൺവിൻസ്ഡ് ആവുന്ന ആളുകളെ അതിലേക്ക്, അല്ലാത്ത ആളുകളെ 2-3 തരം, അതാണ് ഞാൻ പറഞ്ഞത് പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രോസസ്സ് ഒരു മൈൻഡ് ഗെയിമിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് വളരെ പ്രിസൈസ്ഡ് ആയിട്ടുള്ളതും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അതാണ് കുട്ടികൾ അച്ചീവ് ചെയ്യുക. എല്ലാ സംഗതികളും ഇന്ന് അവൈലബിൾ ആണ്. ഇറ്റ്സ് ലൈക്ക് ഇപ്പോൾ
യു ക്യാൻ ലേൺ ഫ്രം MIT ഇൻ ദ മോർണിംഗ്. അതുപോലെ ഒരു ജാപ്പനീസ് ഡിസൈനറായിട്ട് ആഫ്റ്റർനൂൺ ഗൂഗിൾ മീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നാസയുടെ ഒരു എഞ്ചിനീയറായിട്ട് നൈറ്റിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിനും പുറത്ത് ഒരു വില്ലേജ് ഓൺടർപ്രണറെ വെച്ചിട്ട് അവരായിട്ടൊരു ഡിസ്കഷൻ നടത്താം ബിഫോർ സ്ലീപ്പ്. അപ്പോൾ ഒരു ദിവസം തന്നെ അത്രയും ആളുകളായിട്ട് നിങ്ങൾ ഇൻറ്ററാക്ട് ചെയ്യുന്നൊരു അവസരം കിട്ടുകയാണ്. പണ്ടൊക്കെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സംശയം കുടുങ്ങി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സംശയത്തിന് നിവൃത്തി വരുന്നത്, അല്ലെങ്കിൽ സംശയം നമ്മളതിനെ ക്ലിയർ ചെയ്യുന്നത് ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ എടുത്തിട്ടായിരിക്കും. കാരണം അതിനനുസരിച്ചുള്ള ആളുകളെ അല്ലെങ്കിൽ റിസോഴ്സസ് നമുക്ക് കിട്ടില്ല. കാരണം ഒന്നും ഫിംഗറിലല്ല. ഇപ്പോൾ ലൈബ്രറി പോയാലാണെന്നുണ്ടെങ്കിൽ ഏതാണെന്നുള്ള സംഭവങ്ങൾ നമുക്കൊരു മുൻധാരണ വേണം. അല്ലാതെ നമുക്കൊരു വിശാലമായ ലൈബ്രറി ഉണ്ടാകും, പക്ഷേ വി ഷുഡ് നോ വേർ ടു പിക്ക്, വാട്ട് ടു പിക്ക്, ഏത് പേജിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ റെഫറൻസ് എന്താണ് ഒന്നും നമുക്കറിയില്ല. അപ്പം അതിൻ്റെ ചില കാര്യങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ അത് വെറും ഒരു ഫിസിക്കലല്ല, വെറും ഒരു ഭൗതികമായ മാത്രമല്ല, അത് ഫിസിക്കലും കൂടിയാണെന്നാണ് ഈ പറഞ്ഞ വൈഭവ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ജെൻസി കിഡ്സ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയും മാത്രം വളരെ സ്മാർട്ടായിട്ടുള്ള കുട്ടികൾക്കെല്ലാം അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ ഈ അറിവിനെ എങ്ങനെയാണോ നിങ്ങൾ മാനേജ് ചെയ്യുന്നത്? എനിക്കെല്ലാം അറിയാമെന്നുള്ളതല്ലല്ലോ. നിങ്ങളുടെ പാത്ത് എന്താണ്, നിങ്ങൾ ഏത് കരിയറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, ആ കരിയറിലേക്ക് വേണ്ട കുറേ കാര്യങ്ങൾ ഗ്യാദർ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ പെർഫോം വെരി വെൽ. അതുമാത്രമല്ല, അങ്ങനെ പെർഫോം ചെയ്യുമ്പോഴും നമ്മൾ മനുഷ്യരാവുക എന്നുള്ളതാണ്. നമ്മുടെ നാടിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, സോഷ്യൽ എൻജിനീയറിങ് മോഡലിൽ നല്ലൊരു സമൂഹത്തിനെ കെട്ടിപ്പടുക്കാനും ആളുകളിലേക്ക് നമ്മൾ അവരറിയാത്ത ചില കാര്യങ്ങൾ അതിലേക്ക് കൊണ്ടുവന്ന് ഒരു മാനവികതയെ ദൃഢപ്പെടുത്താനും അതിനെ ഉദ്ഘോഷിക്കാനും ഈ ചെറുപ്പക്കാർക്കും ജെൻസി കുട്ടികളും കഴിയട്ടെ എന്നാണ് പറയാനുള്ളത്. താങ്ക് യു.